ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കുറേ അധികം റിക്വസ്റ്റ് വന്നിട്ടുള്ളൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പം കുറേ നാളായിട്ട് എന്നോട് ഒരാൾ ഇൻസ്റ്റയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, പിന്നെ അല്ലാതെ കുറച്ച് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഒരു മട്ടൺ ദാൽച്ചയുടെ കറക്റ്റ് റെസിപ്പി വേണമെന്നുള്ളത്. അപ്പം ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കായിരുന്നു കുറച്ച് ദിവസം കൊണ്ട്. എൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് കിട്ടിയാൽ അപ്പം ഞാൻ പോസ്റ്റ് ചെയ്യും. അങ്ങനെ ഞാൻ പിന്നെ അവസാനം എന്തായാലും വേറെ അരച്ച് വെച്ചിട്ട് ആർക്കും അറിഞ്ഞൂടാ, കുറച്ച് പേർക്കൊന്നും അറിഞ്ഞായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ChatGPT-യോട് ചോദിച്ചു നോക്കാമെന്ന്. അപ്പോൾ ChatGPT-യോട് ചോദിച്ചപ്പം അവരൊരു റെസിപ്പി തന്നു. അപ്പോൾ ആ റെസിപ്പിയിൽ എനിക്ക് അത്രയ്ക്ക് അങ്ങ് സാറ്റിസ്ഫാക്ഷൻ ആയില്ല. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ പാചകമൊക്കെ ചെയ്യുന്ന ഒരാളിനോട് ചോദിച്ചിട്ട്, വേറെ ആരുമല്ല, എൻ്റെ കൊച്ചുമ്മനാണ് കേട്ടോ, അപ്പോൾ ഉമ്മയുടെ സഹോദരി. കൊച്ചുമ്മയുടെ ചോദിച്ചിട്ട് കൊച്ചുമ്മ പറയുന്ന റെസിപ്പിയിലാണ് ഞാൻ പിന്നെ ചെയ്തത് കേട്ടോ. അപ്പം ChatGPT പറഞ്ഞത് കടലപ്പരിപ്പ്, കൊച്ചുമ്മ പറയുന്ന റെസിപ്പിയിൽ സാമ്പാർ പരിപ്പ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു റെസിപ്പി ചെയ്ത് നോക്കാം, എങ്ങനെ കൊണ്ടെന്ന് പറയാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ കുക്കർ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക്, ഇതൊക്കെ ഇപ്പോൾ എൻ്റെ റെസിപ്പിയാണ് കേട്ടോ, ഇത് നമ്മൾ കേന്ദ്രം അപ്പോൾ എന്തൊക്കെ ചേർക്കണം എന്നുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു പ്രിപ്പറേഷൻ എൻ്റെ ഒരു രീതി തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇതിലേക്ക് ഒരു 1/2 കിലോളം മട്ടനാണ്, ക്ലീൻ ചെയ്ത് വെള്ളം കളഞ്ഞെടുത്തതാണ്. സാധാരണ മട്ടൻ്റെ ആ ഒരു തലയും പിന്നെ അതിൻ്റെ ഒരു എല്ലൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പീസ്, നല്ലി പീസ്, അതൊക്കെ വെച്ചിട്ടാണ് സാധാരണ ഒരു മട്ടൻ ദാൽച്ച തയ്യാറാക്കി എടുക്കുന്നത്. അപ്പം ഞാനിപ്പം ബിരിയാണിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു മട്ടനിൽ നിന്ന് കുറച്ച് എല്ല് പീസ് മാത്രം നിർത്ത് മാറ്റി വെച്ചാൽ 1/2 കിലോളം ഉണ്ടാവും ഏകദേശം. അതാണ് കേട്ടോ, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 പീസ് പട്ടയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1/2 കപ്പ് സാമ്പാർ പരിപ്പാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ പരിപ്പൊന്ന് കഴുകിയിട്ട് അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മട്ടനൊന്ന് വെന്ത് വരണം. ഏകദേശം ഒരു 3-4 വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അധികം മുറ്റില്ലാത്ത മട്ടനായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരു 4 വിസിൽ കൊടുത്തിട്ടാണ് ഞാൻ ഒരു മട്ടനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. മട്ടൻ വേവുന്നതിനോടൊപ്പം തന്നെ ഒരു പരിപ്പ് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിക്കോളും. സത്യം പറഞ്ഞാൽ ഈ ഒരു മട്ടൻ ദാൽച്ച ഇടയ്ക്കെപ്പോഴൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണോ ചേർക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഒരു സാമ്പാറും ഇതുമായിട്ടുള്ളൊരു മിക്സാണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രോപ്പർലി എന്തൊക്കെയാണ് എൻ്റെ ചേരുവകൾ എന്ന് ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്. അപ്പോൾ ChatGPT പറഞ്ഞതെന്ന് വെച്ചും പിന്നെ കൊച്ചുമ്മ പറഞ്ഞതെന്ന് വെച്ചിട്ടുള്ളൊരു ഐഡിയയിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സാമ്പാർ പരിപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈൽ ദാൽച്ച തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് കേട്ടോ റെസിപ്പി കിട്ടാനായിട്ട് വൈകിയത്. അപ്പോൾ തമിഴ്നാട് സ്റ്റൈൽ ദാൽച്ച അങ്ങനെയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈൽ ദാൽച്ച നമ്മളങ്ങനെ റെസിപ്പിയിൽ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് തയ്യാറാക്കുന്ന ആരോടെങ്കിലും തന്നെ ചോദിക്കണം. അപ്പോൾ ഈ കല്യാണ വീടുകളിലൊക്കെ മെയിനായിട്ട് ഇത് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അവരോട് തന്നെ ചോദിച്ചിട്ട് ചെയ്യാമെന്നുള്ള വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് കറക്റ്റ് റെസിപ്പി കിട്ടി. അപ്പോൾ ഞാൻ അതാ ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഞാൻ വെള്ളം ഒരു 1.5 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് നമുക്കിതൊരു 4 വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ കറക്റ്റ് ആ ഒരു ദാൽച്ചയുടെ റെസിപ്പി അറിയുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് പിന്നെ ഒരു പ്രാവശ്യം കൊണ്ട് ഒന്നും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ അതാ മട്ടനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു 4 വിസിൽ കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ആ ഒരു പ്രഷറൊക്കെ തന്നെ പോയതിന് ശേഷമാണ് കുക്കറിൻ്റെ അടപ്പൊന്ന് മാറ്റിയിട്ട് നോക്കുന്നത്. അപ്പോൾ അതാ ഒരു പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, മട്ടനും നന്നായിട്ട് തന്നെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതാ വേറൊരു പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് നേരെ ഡയറക്റ്റായിട്ട് അതിലോട്ട് തന്നെ പച്ചക്കറി കെട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. പിന്നെ ഞാൻ കുറച്ച് റെസിപ്പി നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റേതായ രീതിയിലല്ലേ ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അത് വേറൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ, കുറച്ച് മതിയായിട്ട് വെളിച്ചെണ്ണ, നമ്മൾ 1-2 പ്രാവശ്യം ഇങ്ങനെ ചേർക്കുന്നുണ്ട് എണ്ണ, അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം എണ്ണ ചേർത്താൽ മതിയാകും. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 3 ചെറിയ തക്കാളിയാണ്, 3 ചെറിയ തക്കാളിയും, ഒരു സവാള, അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാളയും, പിന്നെ ഒരു 2 തൊണ്ടൻ മുളകും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരട്ടെ, അതുവരെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ ഒരു പച്ചക്കറിയിലേക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, അല്ലെങ്കിൽ നമ്മൾ കറിക്കൊന്ന് വെച്ച് റെഡിയാക്കിയതിന് ശേഷം ഉപ്പ് പാകണം ചെക്ക് ചെയ്തതിന് ശേഷം അവസാനം ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്കുണ്ടല്ലോ 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ച് വെച്ച കൂട്ടാണ്, അതിന് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ചേർക്കണം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു പച്ചച്ചുവയൊന്ന് മാറി വരണം, തക്കാളി ഒന്ന് ഉടഞ്ഞു വരണം കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പെരുന്നാൾ വെള്ളിയാഴ്ച ആയിരുന്നല്ലോ, ഇതിപ്പോൾ ശനിയാഴ്ചത്തെ ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അത് തക്കാളിക്കൊന്ന് ഏകദേശം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ടേ.
ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ചേർക്കാനുള്ള പച്ചക്കറികൾ കത്തിരിക്ക കേട്ടോ. ഒരു നീല കത്തിരിക്കയല്ലേ, കത്തിരിക്ക വേണം. പിന്നെ അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് വേണം, കുമ്പളങ്ങ അല്ലെങ്കിൽ വെള്ളരിക്ക വേണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കയ്യില്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ അതും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഫ്ലേവറും ടേസ്റ്റും ഒന്നും കൂടെ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കാനുള്ളത് വെണ്ടയ്ക്ക വേണം കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഇതിലിപ്പോൾ ഞാൻ ചേർത്തിട്ടുള്ളത് കത്തിരിക്കയും ഒരു പൊട്ടറ്റയും മാത്രമാണ്. പക്ഷേ നമുക്ക് വെള്ളരിക്ക, കുമ്പളങ്ങ ചേർക്കാം, കുറച്ച് ക്യാരറ്റ് വേണമെങ്കിൽ ചേർത്തെടുക്കാം. നമുക്കിഷ്ടമുള്ള ഇത്രയും പച്ചക്കറികൾ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നൊന്ന് വഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചക്കറി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മട്ടനും പരിപ്പൊക്കെ ചേർത്തെടുക്കാം. അതുപോലെ തന്നെ പച്ചക്കറി കൊണ്ടൊരു വെന്തുടഞ്ഞ് അങ്ങ് പോകണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി മാത്രം മതി. അത് നമുക്ക് കാണാൻ പറ്റണം ആ പച്ചക്കറി ഉടഞ്ഞു പോയിട്ടില്ല എന്നുള്ള രീതിയിൽ വെന്ത് വരച്ചിട്ട് എന്നാൽ ഉടഞ്ഞു പോകാനും വേവുകയും ചെയ്യണം, എന്നാൽ ഉടയാനും പാടില്ല. ആ ഒരു പാകത്തിലാണ് നമ്മൾ പച്ചക്കറി വേവിച്ചെടുക്കേണ്ടത്. അതുകൊണ്ടാണ് എല്ലാം കൂടെ നമ്മൾ കുക്കറിൽ ഒരുമിച്ചിട്ട് അങ്ങ് വേവിക്കാത്തത്. ഇനി നമുക്കുണ്ടല്ലോ കറിക്കെല്ലാം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തെടുക്കും. ഞാൻ വെള്ളം കുറച്ച് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കെറ്റിൽ. ആ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് കുക്കറൊന്ന് കഴുകി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യാനുസരണം വെള്ളം ചേർക്കാം. കാരണം പരിപ്പൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്, അതിന് അത്യാവശ്യം തിക്കാണ് കറിക്ക്. അപ്പോൾ അതനുസരിച്ചിട്ട് വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചൊന്ന് എടുക്കാം കേട്ടോ. ആ ഒരു പച്ചക്കറി ഒന്ന് കുക്കായി വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പച്ചക്കറിക്ക് അത് അവിടെ ഏകദേശം നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിൽ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അകത്ത് ചേർക്കാനുള്ള പൊടി നമ്മൾ സാമ്പാർ പൊടിയില്ലേ, അതാണ് കേട്ടോ മെയിനായിട്ട് ചേർക്കാനുള്ളത്. സാമ്പാർ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്തെടുക്കും. സാമ്പാർ പൊടിയിൽ മെയിനായിട്ട് ആ ഒരു കാര്യം കാണുമല്ലോ. അപ്പം ആ ഒരു ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ജീരകത്തിൻ്റെ പൊടി ചേർത്തെടുക്കാം. അല്ലെങ്കിൽ അവസാനം താളിക്കുമ്പോൾ താളിച്ചൊന്നതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ സാമ്പാർ പൊടി ഉണ്ടെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി കേട്ടോ. വേറെ പിന്നെ നമ്മൾ പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യം വരില്ല. വേണമെങ്കിൽ എക്സ്ട്രാ കുറച്ച് കുരുമുളക് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും പൊടികളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് ഞാൻ വീണ്ടും ഒരു 2-3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു പൊടിയിലേക്കൊരു പച്ച ചുവന്ന് മാറി വരാൻ വേണ്ടി മാത്രം. അപ്പോൾ അത് ആ ഒരു ടൈം കൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പോളം തേങ്ങ ചിരകിയതിലോട്ട് 1 ടീസ്പൂൺ മുഴുവൻ പെരിഞ്ചീരകം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചിട്ട് ആ ഒരു കൂട്ടും കൂടി ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. സത്യം പറഞ്ഞാൽ ഈ ഒരു കറി കഴിക്കുന്ന സമയത്തുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് തേങ്ങ ഉണ്ടെന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്നോ ഒന്നും നമുക്ക് തോന്നൂല. അപ്പം നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ അകത്ത് ഇങ്ങനത്തെ തേങ്ങ അരച്ചൊഴിക്കുമെന്ന് പറഞ്ഞാൽ അതിശയിച്ച് ഇതിൽ തേങ്ങ അരച്ചൊഴിക്കുമോ എന്നുള്ളൊരു മട്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്കത് കഴിക്കുമ്പോൾ ഒട്ടും ഫീൽ ചെയ്യില്ല ഇതിനകത്ത് തേങ്ങ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ തേങ്ങ ഒന്ന് അരച്ചത് ഒഴിച്ച് പിന്നെ ഒരു മിക്സിയിൽ ജാർ കഴുകിയിട്ട് തന്നെ കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് കൊടുക്കുന്നുണ്ട്. ഇത് പരിപ്പ് ചേർത്തിട്ടുള്ളതുകൊണ്ട് തണുക്കുമ്പോൾ ഒന്നും ഭയങ്കരമായിട്ട് തിക്കായി വരും. അതുകൊണ്ട് അതനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. ആ ഒരു തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു തിള വരണം, ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചിട്ടൊന്ന് വെക്കാം കേട്ടോ. അപ്പോൾ എനിക്കിത് ഇത്രയും പാകം വരെ എത്തിയ സമയത്ത് എനിക്കൊരു അങ്ങനെ ഒരു സ്മെല്ലങ്ങ് കിട്ടുന്നില്ലായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് വെണ്ടയ്ക്ക വാങ്ങിച്ചിട്ട് വഴറ്റി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം പച്ചക്കറികൾ കറക്റ്റായിട്ട് എല്ലാം ചേർക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരു വെള്ളരിക്ക അല്ലെങ്കിൽ കുമ്പളങ്ങ ഈ ഒരു വെണ്ടയ്ക്കൊക്കെ മസ്റ്റായിട്ട് ചേർക്കണം, എങ്കിലേ ആ ഒരു ദാൽച്ചയുടെ ആ ഒരു ഫ്ലേവർ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിങ്ങനെ ടേസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉപ്പൊക്കെ നോക്കുന്നുണ്ടായിരുന്നല്ലോ. നോമ്പില്ലാത്തതുകൊണ്ട്, നോമ്പ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അടുത്ത ദിവസം പെരുന്നാൾ കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ്. അപ്പോൾ നോമ്പില്ലാത്തതുകൊണ്ട് നമുക്കിത് പരീക്ഷണങ്ങളൊക്കെ നോമ്പില്ലാത്ത സമയം ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഉപ്പ് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് നോക്കിയ സമയത്ത് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ആ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പകുതി നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ. ഇനിയുണ്ടല്ലോ ഈ ഒരു കറിയിലൊരു താളിപ്പ് കൊടുക്കണം. അപ്പോൾ താളിച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ട് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. ഞാൻ ഇവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 3 ഗ്രാമ്പും പിന്നെ 3-4 ഏലക്കയും പിന്നെ ചെറിയൊരു കഷ്ണം പട്ട ഒന്ന് കൈകൊണ്ടൊന്ന് ഒടിച്ചൊടിച്ചൊന്ന് ചേർത്ത് കൊടുത്തതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് ഒന്ന് മൂത്ത് തുടങ്ങുന്ന സമയത്ത് ഒരു പകുതി സവാള എടുക്കുന്നുണ്ട്, അതൊന്ന് സ്ലൈസ് ആക്കിയത്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ഒന്ന് ചതച്ച് വെച്ചിട്ടുള്ള കൂട്ടാണ്. അതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് മൊരിഞ്ഞ് വരണം. ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് അതും കൂടെ ഇനി ഒരു കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഒരു സാമ്പാർ പൊടിയാണ് ഈ ഒരു മസാലയായിട്ട് ഉപയോഗിക്കാനുള്ളത്. സാമ്പാർ പൊടി ഇല്ലെങ്കിൽ മാത്രം കേട്ടോ ഒരു മുളകും മല്ലിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ കായപ്പൊടി ചേർക്കേണ്ടതായിട്ടുണ്ട്.
അപ്പം ഇത്രയും ഐറ്റംസൊക്കെ ചേർത്ത് കൊടുത്തിട്ടും എനിക്ക് ആ ഒരു പഴയ ഒരു സ്മെല്ലങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കായപ്പൊടി ചേർത്തതിന് ശേഷം ഏകദേശം ആ ഒരു ദാൽച്ചയുടെ സ്മെല്ലൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കൂട്ടൊന്ന് ആദ്യം ഒന്ന് താളിച്ചും ചേർത്ത് കൊടുക്കുന്നുണ്ട്, മണം കിട്ടുന്നുണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോന്നോരോന്നും ഇങ്ങനെ ചേർത്തിട്ട് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ആ ഒരു പഴയ ഒരു മണം വരുന്നുണ്ടോ ഇല്ലെന്നൊക്കെയുള്ളത്. അപ്പോൾ നെയ്യ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ, ഒന്ന് മുരിഞ്ഞ് വരണമല്ലോ അതിന് വേണ്ടിയിട്ടാണേ. നന്നായിട്ട് ഇതൊന്ന് മുരിയിച്ചിട്ടെടുക്കാം. അതൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഒരു താളിപ്പ് ഞാൻ നമുക്ക് ഈ ഒരു കറിയിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ. അപ്പോൾ ഞാൻ ഇങ്ങനെ സ്മെല്ല് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ആ ഒരു മണം കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ദാൽച്ചയുടെ. പിന്നെ ഇതാ വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു, എൻ്റെ മോൻ കടയിൽ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ അതും കൂടെ ഒന്ന് വഴറ്റി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് കഴുകിയതിന് ശേഷം രണ്ടായിട്ടൊന്ന് മുറിച്ച് എണ്ണയിലൊന്ന് വഴറ്റി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചൊന്ന് വേവിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കറി നമ്മൾ താളിച്ച് വരെ വെച്ചിട്ടുണ്ടായിരുന്നു. താളിച്ച് എല്ലാം ഫൈനൽ സ്റ്റേജൊക്കെ കഴിഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇത് പിന്നെയും ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് ഒന്ന് വഴിച്ചുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് വഴിച്ചെടുക്കുന്നത്. കുറച്ച് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം, കാരണം ആ ഒരു വെണ്ടയ്ക്കയ്ക്ക് നമുക്ക് ഉപ്പ് വേണമല്ലോ ആവശ്യത്തിന്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ചിട്ട് ആ ഒരു വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ ഇത് ആ ഒരു കറിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നതിന്. അപ്പോൾ അതൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. കുറച്ച് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ചിട്ട് അതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി ഒന്ന് കുക്കായി വരും. അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ച് ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഇനി ആ ഒരു കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ തന്നെ ഒരു മട്ടൻ ദാൽച്ചയുടെ ഒരു സ്മെല്ലും ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ഉപ്പൊക്കെ പാകണം ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ആ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ വേറെ ഒന്നുമില്ല. പക്ഷേ ഈ ഒരു കറി നമ്മൾ വേറെ എന്തെങ്കിലും ഫുഡിൻ്റെ കൂടെ മാച്ച് കോമ്പിനേഷൻ ആവുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ റൈസിന് കൂടെ നെയ്ച്ചോറും ഈ ഒരു ദാൽച്ചയും സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ എന്തായാലും നെയ്ച്ചോറ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് എല്ലാത്ത പീസ് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ മസാല പുരട്ടിയിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് പപ്പടം ഒന്ന് പൊരിച്ചെടുത്തു. പിന്നെ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുത്തു. പിന്നെ നാരങ്ങ അച്ചാർ, അത് ഈന്തപ്പഴവും നാരങ്ങയും ചേർത്തിട്ട് തയ്യാറാക്കിയിട്ടുള്ള അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് നെയ്ച്ചോറും പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു മട്ടൻ ദാൽച്ചയും പപ്പടവും അച്ചാറും. ഈ ഒരു ദാൽച്ചയും നെയ്ച്ചോറും പിന്നെ അച്ചാറും പപ്പടവും കൂട്ടി കഴിക്കുമ്പോൾ തന്നെ ഒരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക തരം സ്വാദാണ്. അപ്പം കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. റെസിപ്പി ഓക്കെ ആയിരുന്നു. അപ്പം എനിക്ക് കഴിച്ചപ്പോൾ എനിക്ക് ഒരു പഴയ ഫീലൊക്കെ എന്തായാലും വന്നു. അപ്പം ഹസ്സിനായിരുന്നു കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു, മക്കൾക്കായിരുന്നാലും ഇഷ്ടപ്പെട്ടു. പിന്നെ എപ്പോഴും മട്ടൻ ദാൽച്ച നല്ലോണം ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന 2 പേര് വന്നിട്ടുണ്ടായിരുന്നു ഗസ്റ്റായിട്ട്. അവരും കഴിച്ചു, അവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതാണ് അതിൻ്റെ റെസിപ്പി എന്നില്ല, ഇങ്ങനത്തെ ടേസ്റ്റ് ചെയ്യാനാണെന്ന് അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ തലേ ദിവസത്തെ ബാക്കിയൊന്നുള്ള കസ്റ്റർഡ് ഉണ്ടായിരുന്നു. അതിന് ഞാൻ വീണ്ടും കുറച്ച് മാങ്ങ ഒഴിച്ചിട്ട് ബാക്കി എല്ലാ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് റെഡിയാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ലഞ്ച് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്, റെസിപ്പി കൊള്ളാമെന്നുള്ളത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കുറേ പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദാൽച്ച റെസിപ്പി. അവർക്ക് എന്തായാലും കണ്ടിട്ടും തയ്യാറാക്കി നോക്കിയിട്ടൊക്കെ അഭിപ്രായം പറയും കേട്ടോ. അപ്പോൾ കുഞ്ഞ് റെസിപ്പിയും വീഡിയോക്കാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്തതിലേക്കും ഷെയറും കമൻറ്റ് ചെയ്ത് നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.